ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വിഷുവിന് വേണ്ടി വിഷുക്കണി ചെത്താക്കാൻ പോവാണ്. പിന്നെ ഒറിജിനൽ അല്ല കേട്ടോ, ഒരു ചെറിയ മിനി വേർഷൻ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കാം. ആദ്യത്തെ പണി ഇതാ ഈ ഉരുളി സെറ്റാക്കലാണ്. ഇത് എങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത്. ഞാൻ ഒരു ചെറിയ ഉരുളി ഉണ്ടായിരുന്നു, അതിനൊന്നും ഞാൻ കവർ ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ നിങ്ങളൊരു അടപ്പെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ക്ലേ, ഒരു ചെറിയൊരു പൊങ്ങി നിൽക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് ക്ലേ ആക്കി സെറ്റാക്കിയാൽ മതി. ഇതിപ്പോൾ എനിക്ക് മടിയായിട്ടാണ്, ഉരച്ച് കഴുകാൻ മടിയായതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ കുറച്ച് സാധനങ്ങൾ വേണം. എന്തൊക്കെയാണ് ഇപ്പോൾ വയ്ക്കുക? ആപ്പിള്, വെള്ളരിക്ക, പിന്നെ എന്താണ് വാൽക്കണ്ണാടി, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ക്ലേയിലുണ്ടാക്കി കളർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആപ്പിൾ. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുകയില്ലെന്നും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അതാ മുന്തിരി ഇതാ കണ്ടോ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഒരുമാതിരി ശബ്ദം കേൾക്കും. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഇട്ടാൽ ഇങ്ങനെ ശബ്ദം കേൾക്കും. കാരണം എന്താ, അത്ര കട്ടിയാണ് ഇതിനൊക്കെ. ഇതിൽ പെയിൻറ്റിങ് ആണ് കേട്ടോ. ഇതിൽ ഏറ്റവും മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ് ആണ്. പെയിൻറ്റിങ് ഇതിൽ നന്നായിട്ട് ചെയ്യാൻ അറിയണം, എന്നാൽ തന്നെ ശരിയാവുള്ളൂ. എൻ്റെയൊക്കെ കണ്ടില്ല, ഇപ്പോൾ പെയിൻറ്റിങ് കുളമായതുകൊണ്ടാണ് ഇത് ഇത്തിരിയെങ്കിലും വൃത്തികേടായത്. അയ്യോ എൻ്റെ പിന്നെ മാത്രമല്ല, വാൽക്കണ്ണാടീൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സിമ്പിളായിട്ടുള്ള സീക്വൻസ് ആയിട്ടുള്ള മിറർ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. അങ്ങനത്തെ മിററാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ വെച്ച് ഇങ്ങനെ ഇതാകണ്ട നല്ലൊരു വാൽക്കണ്ണാടി സെറ്റാകും. ഇതിലെല്ലാത്തിലും ഇത് നന്നായിട്ട് പെയിൻറ്റ് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് തന്നെയാണ് ഈ പറ്റുക. ഇനി കാണിക്കാൻ പോകുന്ന സാധനം ഞാൻ ഉണ്ടാക്കിയതല്ല, എൻ്റെ അമ്മ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് ഇരുന്നതാണ് കേട്ടോ. ഞാൻ സത്യത്തിൽ ഇത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഓരോ പരിപാടികളായിട്ടും ഇതൊക്കെ പല സാധനങ്ങളും എൻ്റെ അമ്മയുടെ കലാവിരുത് തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മളുണ്ടാക്കിയ കൃഷ്ണൻ ഇതാണ്. പെയിൻറ്റിങ്ങൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മളൊരു കൃഷ്ണനെയും സെറ്റാക്കി ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ നമ്മുടെ വിഷുക്കണി റെഡിയായല്ലോ. ഓക്കേ, ഇത്രേ ഉള്ളൂ. ആൻഡ് ഓൾസോ ഈ വിഷുക്കണീൻ്റെ കുറച്ചും കൂടി ഞാൻ മോഡിഫൈ ചെയ്ത് വേറൊരു വിഷുക്കണി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് പോയി നോക്കണേ.